ഹായ് ഡിയർ സ്റ്റുഡൻസ്, സോഷ്യോളജി വീഡിയോ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹിക സ്ഥാപനങ്ങൾ, തുടർച്ചയും മാറ്റവും. അതിൽ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് കാസ്റ്റ്, ട്രൈബ്, ഫാമിലി, ജാതി, ഗോത്രം, കുടുംബം എന്നീ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ കാസ്റ്റ് എന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച്, സാമൂഹിക സ്ഥാപനത്തെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു സെറ്റ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. രണ്ട് തരത്തിലുള്ള സങ്കല്പങ്ങളുടെ ഒരു സങ്കലനമാണ് ജാതി വ്യവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറൻസ് ആൻഡ് സെപ്പറേഷൻ, ഹോളിസം ആൻഡ് ഹയറാർക്കി, വ്യത്യസ്തത, വേറിടൽ, അതുപോലെ തന്നെ ആകമാനം, അധികാരശ്രേണി. ഈ സങ്കല്പങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ജാതി വ്യവസ്ഥയെ വിലയിരുത്തി കഴിഞ്ഞു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കൊളോണിയലിസം ആൻഡ് കാസ്റ്റ്. ജാതിയും കൊളോണിയലിസവും. കൊളോണിയൽ കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. ബ്രിട്ടൻ ഡൊമിനേറ്റഡ് ഇന്ത്യ. ആ ഒരു പീരീഡിനാണ് നമ്മൾ കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കറിയാം, കമ്പയർഡ് ടു ആൻഷ്യൻ്റ് പീരീഡ്, പുരാതന കാലത്തെ ആപേക്ഷികമായിട്ട് നോക്കുകയാണെങ്കിൽ വി നോ മോർ എബൌട്ട് കാസ്റ്റ് സിസ്റ്റം ഇൻ മോഡേൺ പീരീഡ്. ആധുനിക കാലത്താണ് നമുക്ക് ജാതി വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആധുനിക കാലത്താണ് നമുക്ക് ജാതി വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ദി മോഡേൺ ഹിസ്റ്ററി ബിഗൺ ഇൻ 19th century. 19ാം നൂറ്റാണ്ടിലാണ് ആധുനിക ചരിത്രം തുടങ്ങുന്നത്. ആധുനിക കാലം തുടങ്ങുന്നത് ഏത് കാലം മുതലാണ്? 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ്. എന്താ 19ാം നൂറ്റാണ്ട് പറഞ്ഞാൽ 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലാണ് 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിൽ അല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ആധുനികത ആരംഭിക്കുന്നത്. ഇവിടെ ദി ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തെ നമുക്ക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൊളോണിയൽ പീരീഡ്, മറ്റൊന്ന് പോസ്റ്റ് കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ പീരീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1800 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ അധികാരം സ്ഥാപിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ച കാലഘട്ടത്തിൽ നമ്മൾ കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള പതിറ്റാണ്ടുകൾ, അത് നമ്മൾ എന്ത് പറയപ്പെടുന്നു? പോസ്റ്റ് കൊളോണിയലിസം, അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ പീരീഡ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് എന്നൊക്കെ പറയുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള കാലഘട്ടം. ഇങ്ങനെ നമുക്ക് എന്തായാലും ഇവിടെ മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇന്ത്യയുടെ ആധുനിക ചരിത്രം എന്നുള്ളതിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് കൊളോണിയൽ പീരീഡ്, മറ്റൊന്ന് പോസ്റ്റ് കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലവും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള കാലഘട്ടം. ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തിൽ വാട്ട് ആർ ദി ചേഞ്ചസ് ബ്രോട്ട് ബൈ കൊളോണിയലിസം ഇൻ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയിൽ കൊളോണിയലിസം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ ആദ്യകാലം മുതലേ നിലനിന്നിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. എന്നാൽ ഇന്ന് കാണുന്ന മോഡേൺ ഫോം ഓഫ് കാസ്റ്റ് സിസ്റ്റം, ഈ രൂപത്തിൽ ജാതി വ്യവസ്ഥയെ മാറ്റിയെടുക്കുന്നതിൽ ഈ കൊളോണിയലിസം എന്തിട്ടുണ്ട്? പ്ലേഡ് മേജർ റോൾ, പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ജാതി വ്യവസ്ഥയെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ എന്തിന് പങ്കുണ്ട്? കൊളോണിയലിസത്തിന് പങ്കുണ്ട്. ഈ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തിന് വലിയ പങ്കുണ്ട്. ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളിലും ഓൾ മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിന് വിധേയമായിട്ടുണ്ട്? മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട്? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ കാസ്റ്റ് സിസ്റ്റം. എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് എവിടെ ഉണ്ടായത്? ജാതി വ്യവസ്ഥയിലാണ് ഉണ്ടായത്. സം സ്കോളേഴ്സ് സേസ്, ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന ജാതിയുടെ പ്രസൻറ്റ് ഫോം ഓഫ് കാസ്റ്റ്
ഇന്ന് കാണുന്ന ജാതിയുടെ രൂപം എന്നുള്ളത് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ അല്ലെങ്കിൽ ആൻഷ്യൻറ്റ് ഇന്ത്യൻ ട്രഡീഷൻ. നമ്മൾ ഇന്ന് കാണുന്ന ജാതി എന്ന സ്ഥാപനം ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല. ഈ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് എ പ്രൊഡക്ഷൻ ഓഫ് കൊളോണിയലിസം കൊണ്ടുവന്നതാണ് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ജാതി സമ്പ്രദായം ഇന്ത്യയിൽ കൊളോണിയലിസം കൊണ്ടുവന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ എന്ന് മുതൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ഉണ്ട്. പക്ഷേ ശരിക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ജാതി വ്യവസ്ഥ ഇന്ത്യയിലുണ്ടെങ്കിലും ജാതി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? കൊളോണിയലിസം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം, ഇവിടെ ചിലർ പറയുന്നത് ഈ കാസ്റ്റിസം അല്ലെങ്കിൽ ജാതീയത എന്നുള്ളത് ക്രിയേഷൻ ഓഫ് കൊളോണിയലിസം ഉണ്ടാക്കി തീർത്തതാണ് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോം ഓഫ് കാസ്റ്റ്, ആധുനിക രൂപത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ജാതിയുടെ രൂപം ഇവിടെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ബ്രിട്ടീഷുകാർ സ്വീകരിച്ച പല നയങ്ങളും പല രൂപത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൽ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബോധപൂർവം അവർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. മനസ്സിലായോ? പല കാര്യങ്ങളും അവരുടെ നടപ്പിലാക്കിയപ്പോൾ സ്വമേധയാ, അതായത് ബോധപൂർവം അല്ലാതെ ചില മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ ബോധപൂർവം ചില മാറ്റങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊളോണിയലിസം ബ്രോട്ട് എ ലോട്ട് ചേഞ്ച് ഇൻ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയിൽ കൊളോണിയലിസം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾ ഭരണാധികാരികൾ ബോധപൂർവം കൊണ്ടുവന്നതും ചില മാറ്റങ്ങൾ ബോധപൂർവമല്ലാതെ സംഭവിച്ചതുമായ മാറ്റങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം കൂടുതൽ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്തു? ബിഗൻ ടു അണ്ടർസ്റ്റാൻഡ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ സങ്കീർണതകളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. നമുക്കറിയാം, ഒരു സമൂഹത്തിൽ ഭരണം നടത്തണമെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫൗണ്ടേഷനാണ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥ എന്നത് ഇന്ത്യയുടെ അടിത്തറയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ ആർക്ക് അത്യാവശ്യമായിരുന്നു? ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അവർ എന്തിനെ ശ്രമിച്ചു? ജാതിയെക്കുറിച്ചുള്ള പഠനത്തിന് ശ്രമിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ ആരംഭിച്ചത്? ഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്ത്യയിലെ ഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതിയുടെ സങ്കീർണതകളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചിരുന്നു, ബ്രിട്ടീഷ് ഭരണകൂടം ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ ദേ പ്രൊമോട്ടഡ് ദി സ്റ്റഡി അബൌട്ട് കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഓഫ് ഈച്ച് കാസ്റ്റ് ഓർ ട്രൈബ്സ്. ജാതികളുടെയും അതുപോലെ തന്നെ ഗോത്രങ്ങളുടെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പഠിക്കാൻ ആര് നല്ല സപ്പോർട്ട് നൽകിയിരുന്നു? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് നല്ല സപ്പോർട്ട് നൽകിയിരുന്നു. അല്ലെങ്കിൽ ദേ പ്രൊമോട്ട് ദി സ്റ്റഡി അബൌട്ട് കാസ്റ്റ്. ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങളെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. ജാതി അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു? ഈ ജാതിയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുക, സമൂഹത്തെക്കുറിച്ച് അറിഞ്ഞ് ഈ സമൂഹത്തിലുള്ള ഭരണം ഈസിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ജാതിയെക്കുറിച്ചുള്ള പഠനത്തിന് പ്രോത്സാഹനം നൽകിയത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ ജാതിയുടെയും ഗോത്രങ്ങളുടെയും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടന്നു. അതായത് ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യയിലെ ഗോത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഈ പഠനങ്ങളൊക്കെ ആര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷ് ഭരണകൂടം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജാതിയെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചും ഔദ്യോഗികമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ എഫേർട്സ് ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും ഔദ്യോഗികമായ പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം വാസ് സെൻസസ്. ഇന്ത്യയിലെ ജാതിയെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചും അറിയാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പല രൂപത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സെൻസസ് ആണ്. സെൻസസ് ആരംഭിക്കുന്നത് എന്നാ 1860 സെൻസസ് ആരംഭിച്ചത്. എന്നാൽ സയൻറ്റിഫിക് ആൻഡ് കംപ്ലീറ്റ് സെൻസസ് ഇന്ത്യയിൽ ആദ്യമായി നടന്നത് 1881 1881
1881 സയൻറ്റിഫിക് ആൻഡ് കംപ്ലീറ്റ് സെൻസസ് ഇന്ത്യയിൽ നടന്നത്. അതിനുശേഷം ഈച്ച് 10 years ഓരോ 10 വർഷങ്ങളിലും എന്ത് നടത്തിയിരുന്നു? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ സെൻസസ് നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഭരണം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ജാതി അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രോത്സാഹനം നൽകിയിരുന്നു. ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാതിയെക്കുറിച്ച് അറിവ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബ് ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്തിരുന്നു? ദേ പ്രൊമോട്ട് ദ സ്റ്റഡി അബൌട്ട് കാസ്റ്റിസം അല്ലെങ്കിൽ ട്രൈബ് ഈ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. ജാതിയെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനത്തെ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ എഫേർട്സ്, പല ഔദ്യോഗിക ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായിരുന്നു? സെൻസസ് ആയിരുന്നു. സെൻസസ് ആരംഭിച്ചത് 1860 എന്നാൽ സയൻറ്റിഫിക് ആൻഡ് കംപ്ലീറ്റ് സെൻസസ് ശാസ്ത്രീയവും ഏറ്റവും പരിപൂർണമായ രീതിയിലുള്ള സെൻസസ് നടന്നതെന്നാണ് 1881 അതിനുശേഷം ഓരോ 10 വർഷം കൂടുമ്പോഴും എന്ത് നടത്തിയിരുന്നു? സെൻസസ് നടത്തിയിരുന്നു. നമ്മൾ പറഞ്ഞു 1881 ശേഷം ഓരോ 10 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്ത് നടത്തിയിരുന്നു? സെൻസസ് നടത്തിയിരുന്നു. എന്നാൽ ദി സെൻസസ് ഓഫ് 1901 കണ്ടക്റ്റഡ് അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ഹെർബർട്ട് റിസ്ലി ഹാസ് സോഷ്യൽ സിഗ്നിഫിക്കൻറ്റ്. എന്തായിരുന്നു അതിൻ്റെ പ്രാധാന്യം? 1901 നടന്ന സെൻസസിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ സെൻസസ് നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഹെർബർട്ട് റിസ്ലി. 1901 ഹെർബർട്ട് റിസ്ലിയുടെ നേതൃത്വത്തിൽ ഒരു സെൻസസ് നടന്നു ഇന്ത്യയിൽ. ഈ സെൻസസിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം എന്താ? ഇൻ ദിസ് സെൻസസ് ദേ ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് ദി പൊസിഷൻ ആൻഡ് റാങ്ക് ഓഫ് ഈച്ച് കാസ്റ്റ് ഇൻ ദി കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ആ ഹയറാർക്കിക്കൽ ഓർഡറിംഗ് ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ശ്രേണീകരണത്തിൽ ഓരോ ജാതിക്കും ഉണ്ടായിരുന്ന സ്ഥാനം കണ്ടെത്താൻ, സാമൂഹ്യ ശ്രേണീകരണത്തിൽ ഓരോ ജാതിയുടെയും സ്ഥാനം അല്ലെങ്കിൽ പദവി കണ്ടെത്താനായിരുന്നു ആര് ശ്രമിച്ചത്? ഹെർബർട്ട് റിസ്ലി ശ്രമിച്ചത്. അങ്ങനെ ഈ പരിശ്രമം ജാതിയെക്കുറിച്ചുള്ള സാമൂഹ്യ വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ അവരുടെ ഉയർന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ട് 100 കണക്കിന് നിവേദനങ്ങൾ സെൻസസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. നേരത്തെ ജാതിയെക്കുറിച്ച് വലിയ ബോധം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ജാതി അടിസ്ഥാനത്തിലുള്ള ഈ സെൻസസ് നടന്നപ്പോൾ തങ്ങളുടെ ജാതിക്ക് ഹയർ സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ അപ്പർ പൊസിഷൻ വേണം, ഉയർന്ന സ്ഥാനം വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 100 കണക്കിന് നിവേദനങ്ങൾ ആർക്ക് ലഭിച്ചു? കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു 1901 നടന്ന ഈ ഒരു സെൻസസിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ സെൻസസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഓരോ ജാതിയുടെയും സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സെൻസസ് നടന്നതിന് ശേഷം ഓരോ ജാതിയിൽപ്പെട്ട ആളുകളും തങ്ങളുടെ ജാതിക്ക് ഉയർന്ന സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 100 കണക്കിന് നിവേദനങ്ങൾ ആർക്ക് ലഭിച്ചു? കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഈ കാസ്റ്റ് ഐഡൻറ്റിറ്റി ജനങ്ങളിൽ കുറവായിരുന്നു. അതായത് ഇന്ന ജാതി എന്ന ചിന്ത, ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്ന ചിന്ത ജനങ്ങളിൽ കുറവായിരുന്നു. ഈ ഒരു സെൻസസിന് ശേഷം ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്നും ആ ജാതിയിൽ അറിയപ്പെടുന്നതും ജനങ്ങൾ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ അവർക്ക് അഭിമാനം തോന്നി. ഇത് നേരത്തെ സമൂഹത്തിലുണ്ടായിരുന്നില്ല. ഇന്ന ജാതിയുടെ മേൽ അറിയപ്പെടാനോ തങ്ങളുടെ ജാതിക്ക് ഉയർന്ന പദവിയാണെന്നുള്ള ആ ഒരു അഭിമാനമോ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു സെൻസസ് നടന്നപ്പോൾ ഈ ജാതിക്ക് ഉയർന്ന സ്ഥാനമുണ്ട്, ഈ ജാതി സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണെന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ അറിയപ്പെട്ടപ്പോൾ ഓരോ ജാതിയും തൻ്റെ ജാതിയുടെ മേൽ അഭിമാനിക്കാനും തങ്ങളുടെ ജാതിക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വേണം എന്നുള്ള ചിന്താഗതിയിലേക്ക്, അതായത് ഈ കാസ്റ്റ് ഐഡൻറ്റിറ്റി എന്നുള്ളത് എന്തായി? വർദ്ധിച്ചു. ജനങ്ങളിൽ ജാതി സ്വത്വം വർദ്ധിച്ചു, ജാതി ബോധം വർദ്ധിച്ചു. അപ്പോൾ ഇതിനെന്ത് കാരണമായിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ നടത്തിയ ഇന്ത്യയിൽ ജാതി സ്വത്വം വർദ്ധിക്കാൻ എന്ത് കാരണമായിട്ടുണ്ട്? ഹെർബർട്ട് റിസ്ലിയുടെ നേതൃത്വത്തിൽ നൽകിയ ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള സെൻസസ് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ജാതി അടിസ്ഥാനമാക്കിയുള്ള പഠനം ഇന്ത്യയിൽ ജാതീയ സ്വത്വം, കാസ്റ്റ് ഐഡൻറ്റിറ്റി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പല ഇടപെടലുകളും ആര് നടത്തിയിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്.
ഭൂനികുതി വ്യവസ്ഥ, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അതുപോലെ റൈറ്റ് വാരി, മഹൽവാരി സിസ്റ്റം, ഇതൊക്കെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളായിരുന്നു. ഇവയൊക്കെ ഇന്ത്യയിൽ ബ്രോട്ട് എബൌട്ട് ബിഗ് ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നികുതി സമ്പ്രദായങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയപ്പോൾ പരമ്പരാഗതമായിട്ട് ഉയർന്ന ജാതികൾക്ക് നിയമപരമായിട്ട് എന്ത് ലഭിച്ചു? ഭൂമിയിൽ അവകാശങ്ങൾ ലഭിച്ചു. അവർ ഉയർന്ന ജാതികൾക്ക് ഭൂമിയിൽ അവകാശം ലഭിച്ചു. അവർ താഴ്ന്ന ജാതികളിൽ നിന്ന് നികുതി ഈടാക്കുകയും അവർ ഭൂമിയുടെ ഉടമകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു നികുതി സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ഉയർന്ന വിഭാഗങ്ങൾ എന്തായിട്ട് മാറി? ഭൂ ഉടമകളായിട്ട് മാറി. അവർക്ക് മറ്റുള്ള താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനും മറ്റും സാധിച്ചു. ഇതും എന്തിന് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്? ജാതി വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഉയർന്ന വിഭാഗങ്ങൾ ഭൂ ഉടമകളായി തീർന്നു. മറ്റുള്ളവർ അവിടെ ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടവരുമായിട്ട് അവരുടെ കീഴിൽ കഴിയേണ്ട ഒരു വിഭാഗങ്ങളായിട്ട് മാറി. ഇതും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഇറിഗേഷൻ, ജലസേചന പദ്ധതികൾ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ ജലസേചന പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും എന്തിന് കാരണമായിട്ടുണ്ട്? ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട്. എങ്ങനെയാ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന പഞ്ചാബിൽ കൊണ്ടുവന്ന ഒരു ജലസേചന പദ്ധതി, അവിടെ ഈ ജലസേചന പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായ ജോലികൾ ചെയ്യാൻ ആരെയാണ് തിരഞ്ഞെടുത്തത്? താഴ്ന്ന വിഭാഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. താഴ്ന്ന വിഭാഗങ്ങൾ, മറ്റു പ്രദേശങ്ങളിലുള്ള താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഈ കഠിനമായ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നു? പഞ്ചാബിലേക്ക് ഈ ജലസേചന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴ്ന്ന ജാതികളെ ഈ കഠിനമായ ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ, കഠിനമായ ജോലികളൊക്കെ ചെയ്യേണ്ടത് താഴ്ന്ന വിഭാഗമാണ് എന്നൊരു ധാരണ ഉണ്ടാവാൻ എന്ത് കാരണമായിട്ടുണ്ട്? ഈ ഇറിഗേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇറിഗേഷൻ ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഈ കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ജലസേചന പദ്ധതികളും എന്തിന് കാരണമായിട്ടുണ്ട്? ജാതി വ്യവസ്ഥയിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ അറ്റ് ദി എൻഡ് ഓഫ് കൊളോണിയലിസം, ജാതി വ്യവസ്ഥയിൽ താഴെക്കിടയിൽ നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും ആരാവിഷ്കരിച്ചിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ജാതിപരമായിട്ടും ഗോത്രപരമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള പല പദ്ധതികളും അവസാന കാലഘട്ടത്തിൽ ആര് നടപ്പിലാക്കിയിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയിരുന്നു. ഇതും ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാതികൾക്കിടയിൽ ചെയ്ത ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദി എൻഡ് ഓഫ് കൊളോണിയലിസം, കൊളോണിയൽ പീരീഡിൻ്റെ അവസാന കാലഘട്ടത്തിൽ അധസ്ഥിത വിഭാഗങ്ങൾ, അതായത് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് അക്കാലത്ത് വിളിക്കപ്പെട്ടിരുന്ന കീഴ്ജാതിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. കൊളോണിയലിസത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ താഴ്ന്ന വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കീഴ്ജാതികൾക്ക് വേണ്ടിയും നിലകൊണ്ടിട്ടുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ് നിലകൊണ്ടിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. നമുക്കറിയാം, ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഒക്കെ 1935 ഈ താഴ്ന്ന ജാതികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴ്ന്ന ജാതികളുടെയും ഗോത്രങ്ങളുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു പട്ടിക തയ്യാറാക്കി. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഒക്കെ നമുക്കറിയാം. ഇങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്തിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്? താഴ്ന്ന വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവസാന കാലത്ത് നിലകൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും എന്ത് ലഭിച്ചു? പ്രത്യേക പരിഗണന ലഭിക്കാൻ തുടങ്ങി. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ പെട്ടിരുന്ന തീണ്ടൽ വിഭാഗങ്ങളൊക്കെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന പട്ടികയിൽ ഉൾക്കൊണ്ടു. ഇങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിൻ്റെ പ്രവർത്തനങ്ങളിലും താല്പര്യം കാണിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെൻറ് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് ഇന്ത്യയിലെ വിവിധ ജാതികൾക്കിടയിൽ കാസ്റ്റ് ഐഡൻറ്റിറ്റി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, ഭൂനികുതി വ്യവസ്ഥ, അപ്പർ കാസ്റ്റ് എന്തായിട്ട് മാറി? ലാൻഡ് ഓണേഴ്സായിട്ട് മാറി. അതുപോലെ തന്നെ ഇറിഗേഷൻ
ജലസേചന പദ്ധതികൾ, ഇംഗ്ലീഷ് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത ഇറിഗേഷൻ ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കഠിനമായ ജോലികൾ ആര് ചെയ്യേണ്ടി വന്നു? താഴ്ന്ന വിഭാഗങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കഠിനമായ ജോലികൾ താഴ്ന്ന വിഭാഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊരു മനോനില ജനങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും നിലകൊണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കാസ്റ്റ് ഇൻ ദി പ്രസൻറ്റ്, ജാതി വർത്തമാന കാലഘട്ടത്തിൽ, പിന്നീടുള്ള പിൽക്കാലത്ത് ജാതി വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ.